ന്യായാധിപന്മാർ 21 അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 21 അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? ഉത്തരം, ബെഞ്ചമിൻ്റെ നിലനിൽപ്പ്. രണ്ടാമത്തെ ചോദ്യം, ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒന്നിച്ചു കൂടിയെടുത്ത ശപഥം എന്ത്? ഉത്തരം, ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല. മൂന്നാമത്തെ ചോദ്യം, ബഥേലിൽ വന്ന് സായാഹ്നം വരെ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞതാര്? ഉത്തരം, ഇസ്രായേൽക്കാർ. നാലാമത്തെ ചോദ്യം, ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്നു സംഭവിച്ചതെന്തുകൊണ്ട് എന്ന് കർത്താവിനോട് ചോദിച്ചതാര്? ഉത്തരം, ഇസ്രായേൽ ജനം. അഞ്ചാമത്തെ ചോദ്യം, ജനം പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് ഒരു ബലിപീഠം നിർമ്മിച്ച് കർത്താവിന് എന്താണ് അർപ്പിച്ചത്? ഉത്തരം, ദഹന ബലികളും സമാധാന ബലികളും. ആറാമത്തെ ചോദ്യം, കർത്താവിന് മുമ്പിൽ വരാത്ത ഗോത്രം ഏതെന്ന് ഇസ്രായേൽക്കാർ തിരക്കാൻ കാരണമെന്ത്? ഉത്തരം, കർത്താവിൻ്റെ മുമ്പിൽ വരാത്തവനെ കൊന്നുകളയണമെന്ന് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നു. ഏഴാമത്തെ ചോദ്യം, ഇസ്രായേൽക്കാർക്ക് അനുകമ്പ തോന്നിയത് ആരോട്? ഉത്തരം, സഹോദര ഗോത്രമായ ബെഞ്ചമിനോട്. എട്ടാമത്തെ ചോദ്യം, ഇസ്രായേലിലെ ഏതു ഗോത്രമാണ് അറ്റുപോയത്? ഉത്തരം, ബെഞ്ചമിൻ ഗോത്രം. പത്താമത്തെ ചോദ്യം, മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമ്മേളനത്തിനു സന്നിഹിതരാകാതിരുന്നത് എവിടെ നിന്നുള്ളവരായിരുന്നു? ഉത്തരം, യാബേഷ് ഗിലെയാദിൽ നിന്നുള്ളവർ. തങ്ങളുടെ പുത്രിമാരെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ഭാര്യമാരായി കൊടുക്കുകയില്ലെന്ന് ഇസ്രായേൽക്കാർ ആരുടെ മുമ്പിൽ വച്ചാണ് ശപഥം ചെയ്തത്? ഉത്തരം, കർത്താവിൻ്റെ മുമ്പിൽ വച്ച്. 11ാമത്തെ ചോദ്യം, ജനത്തെ എണ്ണിത്തിട്ടപ്പെടുത്തിയപ്പോൾ എവിടെ നിന്നുള്ള ഒരുവൻ പോലുമാണ് ഇല്ലാതിരുന്നത്? ഉത്തരം, യാബേഷ് ഗിലെയാദിൽ നിന്ന്. 12ാമത്തെ ചോദ്യം, യാബേഷ് ഗിലെയാദിലേക്ക് നിയോഗിക്കപ്പെട്ടത് ആര്? ഉത്തരം, യുദ്ധവീരന്മാരായ 12,000 പേർ. 13ാമത്തെ ചോദ്യം, യാബേഷ് ഗിലെയാദിലേക്ക് 12,000 പേരെ നിയോഗിച്ചത് ആര്? ഉത്തരം, ഇസ്രായേൽ ജനം. 14ാമത്തെ ചോദ്യം, ആരെയൊക്കെ നശിപ്പിച്ചു കളയണമെന്നാണ് ഇസ്രായേൽ ജനം യോദ്ധാക്കളോട് പറഞ്ഞത്? ഉത്തരം, എല്ലാ പുരുഷന്മാരെയും പുരുഷനോടുകൂടി ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും. 15ാമത്തെ ചോദ്യം, പുരുഷനെ അറിയാത്ത എത്ര കന്യകമാർ യാബേഷ് ഗിലെയാദിൽ ഉണ്ടായിരുന്നു? ഉത്തരം, 400. 16ാമത്തെ ചോദ്യം, പുരുഷനെ അറിയാത്ത 400 കന്യകമാരെ എവിടേക്കാണ് കൊണ്ടുവന്നത്? ഉത്തരം, കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക്. 17ാമത്തെ ചോദ്യം, സമൂഹം മുഴുവൻ ഒന്നു ചേർന്ന് റിമ്മോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുത്ത് ആളയച്ച് എന്തു ചെയ്തു? ഉത്തരം, സമാധാന പ്രഖ്യാപനം നടത്തി. 18ാമത്തെ ചോദ്യം, ഇസ്രായേൽക്കാർ സമാധാന പ്രഖ്യാപനം നടത്തിയപ്പോൾ തിരിച്ചു വന്നതാര്? ഉത്തരം, ബെഞ്ചമിൻ ഗോത്രക്കാർ. 19ാമത്തെ ചോദ്യം, യാബേഷ് ഗിലെയാദിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച സ്ത്രീകളെ ഭാര്യമാരായി കൊടുത്തത് ആർക്ക്? ഉത്തരം, ബെഞ്ചമിൻ ഗോത്രക്കാർക്ക്. 20ാമത്തെ ചോദ്യം, ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ വിടവ് സൃഷ്ടിച്ചതാര്? ഉത്തരം, കർത്താവ്. 21ാമത്തെ ചോദ്യം, ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് വിടവ് സൃഷ്ടിച്ചതുകൊണ്ട് ജനത്തിന് അലിവ് തോന്നിയത് ആരോട്? ഉത്തരം, ബെഞ്ചമിൻ വംശജരോട്.
22ാമത്തെ ചോദ്യം, ബാക്കിയുള്ളവർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുകയെന്ന് പറഞ്ഞതാര്? ഉത്തരം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ. 23ാമത്തെ ചോദ്യം, ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അറ്റുപോയത് എന്ത്? ഉത്തരം സ്ത്രീകൾ. 24ാമത്തെ ചോദ്യം, ഇസ്രായേലിൽ ഒരു ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ അവശേഷിച്ചിരുന്നവർക്ക് എന്തു വേണമെന്നാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ഉത്തരം ഒരു അവകാശം. 25ാമത്തെ ചോദ്യം, ഇസ്രായേൽക്കാർ എന്തുകൊണ്ടാണ് തങ്ങളുടെ പുത്രിമാരെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ഭാര്യമാരായി നൽകാത്തത്? ഉത്തരം ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് ശപഥം ചെയ്തതുകൊണ്ട്. 26ാമത്തെ ചോദ്യം, കർത്താവിൻ്റെ ഉത്സവം വർഷം തോറും നടക്കുന്നത് എവിടെ? ഉത്തരം ഷീലോയിൽ. 27ാമത്തെ ചോദ്യം, ബേഥേലിന് വടക്കും ബേഥേലിൽ നിന്നും ശെക്കമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്കും ലബോനായ്ക്ക് തെക്കും ഉള്ള സ്ഥലം ഏത്? ഉത്തരം ഷീലോ. 28ാമത്തെ ചോദ്യം, ബെഞ്ചമിൻ ഗോത്രക്കാരോട് എവിടെ പതിയിരിക്കാനാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ഉത്തരം മുന്തിരിത്തോട്ടങ്ങളിൽ. 29ാമത്തെ ചോദ്യം, ഷീലോയിലെ യുവതികൾ എന്തു ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ അവരെ പിടിച്ചുകൊണ്ട് പോകാനാണ് ബെഞ്ചമിൻ ഗോത്രക്കാരോട് പറയുന്നത്? ഉത്തരം നൃത്തം ചെയ്യാൻ. 30ാമത്തെ ചോദ്യം, ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുമ്പോൾ അവരെ പിടിച്ച് എന്ത് ചെയ്യാനാണ് ബെഞ്ചമിൻ ഗോത്രക്കാരോട് പറയുന്നത്? ഉത്തരം ഓരോരുത്തരും ഓരോ സ്ത്രീയെ പിടിച്ച് ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് പോകുവിൻ. 31ാമത്തെ ചോദ്യം, യുവതികൾ എന്തിനാണ് ഷീലോയിൽ പോയിരുന്നത്? ഉത്തരം നൃത്തം ചെയ്യാൻ. 32ാമത്തെ ചോദ്യം, ഷീലോയിലെ യുവതികളെപ്പറ്റി പരാതിയുമായി ആര് വന്നാൽ സമാധാനം പറഞ്ഞുകൊള്ളാമെന്നാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറയുന്നത്? ഉത്തരം അവരുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ വന്നാൽ. 33ാമത്തെ ചോദ്യം, യുവതികളുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ പരാതികളുമായി വന്നാൽ എന്തു പറയുമെന്നാണ് സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ പറയുന്നത്? ഉത്തരം നിങ്ങൾ അവരോട് ക്ഷമിക്കുവിൻ. 34ാമത്തെ ചോദ്യം, യുദ്ധത്തിൽ ബെഞ്ചമിൻ വംശജർക്കായി സ്ത്രീകളെ കൈവശപ്പെടുത്താത്തത് ആര്? സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ. 35ാമത്തെ ചോദ്യം, ഷീലോയിലെ ആളുകൾ യുവതികളെ ആർക്കാണ് കൊടുക്കാതിരുന്നത്? ഉത്തരം ബെഞ്ചമിൻ വംശജർക്ക്. 36ാമത്തെ ചോദ്യം, തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ നൃത്തം ചെയ്യാൻ വരുന്ന യുവതികളിൽ നിന്ന് പിടിച്ചുകൊണ്ടു പോയതാര്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രജർ. 37ാമത്തെ ചോദ്യം, ബെഞ്ചമിൻ ഗോത്രജർ യുവതികളെ പിടിച്ചുകൊണ്ടു പോയത് എവിടേക്കാണ്? ഉത്തരം തങ്ങളുടെ അവകാശമായി ലഭിച്ച സ്ഥലത്തേക്ക്. 38ാമത്തെ ചോദ്യം, തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന് ബെഞ്ചമിൻ ഗോത്രജർ എന്താണ് ചെയ്തത്? ഉത്തരം പട്ടണം പുതുക്കി അവിടെ താമസിച്ചു. 39ാമത്തെ ചോദ്യം, ഇസ്രായേൽ ജനം അവിടെ നിന്ന് മടങ്ങി എവിടേക്കാണ് പോയത്? ഉത്തരം ഓരോരുത്തരും താന്താങ്ങളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശ ഭൂമിയിലേക്കും പോയി. 40ാമത്തെ ചോദ്യം, ഇസ്രായേലിൽ രാജാവില്ലാതിരുന്ന അക്കാലത്ത് അവർ ജീവിച്ചിരുന്നത് എങ്ങനെ? ഉത്തരം ഓരോരുത്തനും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്ത്. 41ാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 21-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്?
ഉത്തരം 25.